അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഓസ്ട്രേലിയയിലേക്കുണ്ട്. അപ്പം ചേട്ടാ എൻ്റെ ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, നിങ്ങളാണ് ഇതൊന്നും ആരും തുറന്ന് പറയാൻ ഓസ്ട്രേലിയയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ രക്തം ഊറ്റിക്കൊടുക്കുന്നൊരു ടീമാണെന്ന്. അപ്പോൾ ഇതിനു മുന്നേ ഒരു വിസ തട്ടിപ്പിൽ പെട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഓസ്ട്രേലിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്ന കമ്പനികളുണ്ട്. അപ്പം ഇങ്ങനെ വിളിക്കുന്ന കമ്പനികൾ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കുറച്ച് ജോബ് വേക്കൻസീസ് ഉണ്ട്, അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിരിക്കുക, അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ ലിസ്റ്റ് ആദ്യം തന്നെ വായിക്കാം. അപ്പം നിങ്ങൾ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ജോലിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ നിങ്ങൾ ആ ഒരു മേഖലയിലുള്ള ആളാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ ഞാനത് വൺ ബൈ വൺ ആയിട്ട് റീഡ് ചെയ്യാം. നമുക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മേഖലയിലേക്ക് കുറേ അധികം ആളുകൾ ആവശ്യമുണ്ട്. വെയിറ്റേഴ്സ്, ഈ ബാർ സ്റ്റാഫ്, പിന്നെ അതുപോലെ തന്നെ ബാരിസ്റ്റ, കിച്ചൺ ഹാൻഡ്സ്, കിച്ചണിലേക്കൊക്കെ ആളുകൾ ആവശ്യമുണ്ട്. ഹൗസ് കീപ്പേഴ്സിന് ഇഷ്ടംപോലെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റീറ്റെയിൽ മേഖലയിലേക്ക് നമുക്ക് ക്യാഷ്യറായിട്ടും സെയിൽസ് അസിസ്റ്റൻറ്റ്, സൂപ്പർ മാർക്കറ്റ് അസിസ്റ്റൻറ്റ്, ഷെൽഫ് സ്റ്റോക്കേഴ്സ്, സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കാനും ഒക്കെ വളരെ മിനിമലായിട്ടുള്ള ജോലിയാണ്. അത്യാവശ്യം നല്ല സാലറികളൊക്കെ കിട്ടും. പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. നമുക്ക് ലേബേഴ്സിന് ഒരുപാട് ആവശ്യമുണ്ട്. ഈ വെൽഡിംഗ് ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളെ ഒരുപാട് ആവശ്യമുണ്ട്. ക്ലീനേഴ്സിന് ആവശ്യമുണ്ട് കൺസ്ട്രക്ഷൻ മേഖലകളിൽ തന്നെ. പിന്നെ നമുക്ക് അഗ്രികൾച്ചർ മേഖലയാണ് അടുത്ത് വരുന്നത്. അത് നമുക്ക് ഫാം ലാൻഡിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്. ഫ്രൂട്ട് പിക്കേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ ലൈഫ് സ്റ്റോക്ക് ഹാൻഡ്ലേഴ്സ്, അതായത് ഇപ്പോൾ ഈ പറിച്ച് വെക്കുന്ന പച്ചക്കറികളൊക്കെ ഒരു തട്ടിലാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ വണ്ടി കയറ്റി വിടാനും, അത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ജോലി കിട്ടും. പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ഒത്തിരി ആളുകൾ ആവശ്യമുണ്ട്. അസംബ്ലി ലൈൻ വർക്കേഴ്സ്, പാക്കേഴ്സ്, ഇതുപോലുള്ള ഒത്തിരി അധികം ആളുകൾ ആവശ്യമുണ്ട്. അതായത് ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ തൈര് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പല ഫുഡ് പാക്കേജിങ്ങും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാക്കേജ് ചെയ്ത് വിടാനും ഒക്കെ ഒത്തിരി വർക്കേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ ക്ലീനിങ് മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ക്ലീനേഴ്സിനെയും ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും മെയിൻ്റെനൻസ് വർക്കിനും അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഓസ്ട്രേലിയയിലേക്കുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ജോലികളിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ട് വിസ കിട്ടുന്നതാണ്. എങ്ങനെയാണ് വിസ കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻറ്റ് അടുത്ത് പോവുക, ഏജൻറ്റ് പറയുന്ന കണ്ണട വിശ്വസിക്കുക, അവർക്ക് പൈസ കൊടുക്കുക, അവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിസ ഒപ്പിച്ച് തരുന്നതാണ്. സ്വപ്നത്തിൽ മാത്രം എന്ന് കരുതുക. 3G ആയിട്ടിരിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സുവർണ്ണ അവസരമാണ് ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത് ഞാൻ ഇത്രയും പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റീസെൻ്റ് ആയിട്ട് എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ചേട്ടാ എൻ്റെ ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, ഒരു ഓസ്ട്രേലിയൻ ഏജൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്, ഞാൻ വളരെയധികം ട്രസ്റ്റ് ചെയ്തു, അവർ ഒത്തിരി അധികം ആളുകളുടെ ടെസ്റ്റിമോണികളിൽ അവരെ കാണിച്ചതാണ്, കേൾപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം കഥകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. സോ ഞാൻ കരുതി ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്ന് റിസർച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരുന്ന സമയത്താണ്, ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങോട്ടൊരാൾ ഒരു മെസ്സേജ് അയക്കുകയും ഇതുപോലുള്ള കാര്യം പറയുകയും ചെയ്തത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓസ്ട്രേലിയയിലേക്ക് ഇതുപോലുള്ള വിസകളുടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അപ്പം നിങ്ങൾ ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിട്ട്. അപ്പം നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുക. വീഡിയോയുടെ ഒരു അറ്റവും മൂലം കണ്ടിട്ട് വീഡിയോനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് തുറന്ന് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ആരും തുറന്ന് പറയാൻ ഓസ്ട്രേലിയയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സ്വർഗ്ഗമാണ് എന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ആളുകളുണ്ട്. പക്ഷേ ഈ സ്വർഗ്ഗത്തിലെ കൊച്ചു നരകങ്ങളും ഇതുപോലുള്ള ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം വളരെ റീസെൻ്റായിട്ട് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് വിസിറ്റിംഗ് വിസയിലേക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം ഞാൻ കുറേ അധികം വീഡിയോ റിസർച്ചും കുറേ അധികം ആർട്ടിക്കിളും ഒക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള ജോലികളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു, ഇല്ലീഗലായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഓസ്ട്രേലിയയിൽ ഇതുപോലുള്ള ജോലികളെല്ലാം തന്നെ ഇല്ലീഗലാണ്. ഓക്കെ, പിന്നെ ഇതുപോലുള്ള ആളുകൾ ഏജൻസ് നിങ്ങളുടെ അടുത്ത് വളരെ ഫേക്കായിട്ട് നിങ്ങളുടെ അടുത്ത് കുറേ ഇൻഫർമേഷൻ, അത് ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ ടെസ്റ്റിമോണിയൽ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മേ ബി ഒരു വോയിസ് ആയിരിക്കാം, ഫേസ് കാണിച്ചിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ഒരു വോയിസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നമ്മൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ കൊടുക്കുന്നതിലുള്ള റിവ്യൂസ് ഒക്കെ ഇല്ലേ, ഇതുപോലുള്ള റിവ്യൂസ് ഒക്കെ ആയിരിക്കും ഇവരെ ടെസ്റ്റിമോണിയലായിട്ട് കാണിച്ചിട്ടുള്ളത്. ബേസിക്കലി നമ്മൾ വിശ്വസിക്കും, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ വളരെ മുന്നിലാണ്. കാരണം ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പോകാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പറയണ ചില ഏജൻറ്റുകൾ വളരെ സെയിൽസി മാത്രമല്ല വളരെ ഇമോഷണലായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് സംസാരിക്കുന്ന കുറേ അധികം ഏജൻസ് ഉണ്ട്.
അപ്പോൾ ഇതിന് മുന്നേ ഒരു വിസ തട്ടിപ്പിൽ പെട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ എൻ്റെ കഥ ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ അത് ഞാൻ വേറൊരു സ്റ്റോറി ആയിട്ട് പറയാം. കാരണം ഇതുപോലെ തട്ടിപ്പുകൾ ഇനിയും നടക്കുന്നുണ്ട്. അപ്പം ഇത് ഓസ്ട്രേലിയയിലേക്ക് മാത്രമല്ല മിക്ക യൂറോപ്യൻ കൺട്രീസിലേക്കും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥയിലുള്ളൊരു കാര്യം കേട്ടോ. അപ്പം ഇവർ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫേക്ക് ആയിട്ടുള്ള ടെസ്റ്റിമോണികൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മളുടെ അടുത്ത് പറയും, അതായത് ഇപ്പം എങ്ങനെയുള്ള ആളുകളെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി എടുക്കും. നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇപ്പം നമ്മൾ ഏതെങ്കിലും വർക്ക് സ്പേസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ സ്കില്ലുകൾ എന്താണ്, ഇതൊക്കെ അവർ നമ്മളിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഒരു നല്ലൊരു പ്ലാൻ നമ്മളുടെ ഫ്രണ്ടിലേക്ക് വെക്കും. കൂടുതലും അവർ ഈ പാവപ്പെട്ട ആൾക്കാർ അവർ മാക്സിമം അവോയ്ഡ് ചെയ്യും. കാരണം അത് അത്യാവശ്യം പൈസ ചിലവുള്ളൊരു പരിപാടിയാണ്. പക്ഷേ പാവപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതൊരു മീഡിയം ലെവലിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അവരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരു 5-6 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമുക്ക് ഒരാളിൽ നിന്ന് ഒരു 10 പേരിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ വെച്ച് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റിലായില്ലേ. അപ്പം ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള അവർ പിന്നെ അവരുടെ കമ്പനി ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ്ലി ഫേക്ക് ആയിരിക്കും. നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് അവർ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ എന്താ പറയുക, ഈ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഓസ്ട്രേലിയയിലേക്ക് ഉള്ള കമ്പനികളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഒരുമാതിരിപ്പെട്ട നല്ല കമ്പനികൾക്കെല്ലാം തന്നെ നല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നല്ല പ്രസൻസും, അതുപോലെ തന്നെ അവർക്കൊരു നമുക്ക് ട്രസ്റ്റ് പൈലറ്റ് പോലുള്ള വെബ്സൈറ്റുകളിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് കമ്പനിയെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആളുകളുടെ റിവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയി തപ്പാവുന്നതാണ്. പിന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നോക്കുക ഇങ്ങനെയുള്ള ജോലികളുണ്ടോ, അപ്പം ഇങ്ങനെയുള്ള ജോലികൾക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇവർ ഈ തന്നിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആദ്യം ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ we can provide you those documents. ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇവർ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എടുക്കുക. അതായത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അത്യാവശ്യം ഈ ഡിഗ്രിക്കൊക്കെ തോറ്റുപോയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ +2 പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊന്നും പോവാണ്ട് പല രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ ഡ്രൈവിംഗ് ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ സെയിം ഡ്രൈവിംഗ് റൂളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോഴ്സ് ഉണ്ട്, നമ്മുടെ ഓൺ കമ്പനി നിങ്ങൾക്ക് ട്രെയിനിങ് തരും. ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വാഗ്ദാനമാണ് അവരുടെ അടുത്ത് പറയുന്നത്. പാവമായിട്ടുള്ള ഡ്രൈവർ ചേട്ടന്മാരൊക്കെ അതിനകത്ത് വിടും, എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് കടന്നു പോകണം. കാരണം നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവൻ UK പോയി, നീ പോയില്ലേ, അല്ല അവളെ ഓസ്ട്രേലിയക്ക് പോയി, നീ പോയില്ലേ, ഇത്ര നാൾ UK ആണ്, ഇനിയിപ്പോൾ ആ ഒരു ട്രെൻഡ് ഓസ്ട്രേലിയയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ ആൾക്കാർ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഓക്കെ എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് പോകണം അല്ലെങ്കിൽ UK പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്താ പറയുക, ആ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ പേപ്പർ പ്രോസസ്സിങ് നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളുടെ കയ്യിൽ നിന്ന് അവർ ഫസ്റ്റ്ലി അതായത് നമ്മൾ ഇത്ര ഒരു എമൗണ്ട് നിങ്ങൾ തരണം നമുക്ക് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഘട്ടമായിട്ട് തന്നാൽ മതി. ആദ്യത്തെ ഒരു പ്രോസസ്സ് ഇത്രയാണ്, രണ്ടാമത്തെ ഇത്രയാണെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോസസ്സിൻ്റെയും ആദ്യത്തെ പ്രോസസ്സിൻ്റെയും കൂടെ രണ്ട് സ്റ്റെപ്പിൻ്റെയും കൂടെ പൈസ ഒരുമിച്ച് അടയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പേപ്പർ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ മൈഗ്രേഷൻ ഏജൻറ്റിൽ നിന്നും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടത്തുള്ളൂ. അതായത് നമ്മുടെ ആ ഒരു പേപ്പർ വർക്ക് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയും ഈ പൈസ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടില്ല, നമ്മൾ മൈഗ്രേഷൻ ഏജൻറ്റ് ഓസ്ട്രേലിയയിൽ ഒരു ആളുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ലോയറുണ്ട്, അവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പൈസ ആളുകളുടെ നിന്ന് തട്ടിച്ച് മേടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കാം. ഓക്കെ, ഇവരുടെ ഇവരുടെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയാണ് അവർ നടത്തുന്നത്. ഫേസ്ബുക്ക് ആഡാണെന്ന് നിങ്ങൾ ഓർക്കണം. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കയറി നോക്കിയ പേജിൽ നിന്നാണ് ഇങ്ങനെ ഒരാൾ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. അപ്പം അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ആഡ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് ഫേസ്ബുക്കിൻ്റെ ആഡൊക്കെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ നോളജ് ഒന്നും വേണ്ട, അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വരെ അവർ ആ പൈസ, അതായത് അവർ മാർക്കറ്റിങ്ങിന് പോലും അവരുടെ തട്ടിപ്പിൽ നിന്നുണ്ടാക്കുന്ന പൈസ മാർക്കറ്റിങ്ങിൽ പോലും ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. പിന്നെ
ഇവർ ഏറ്റവും കൂടുതൽ നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്യും, ചിലപ്പോൾ ഇൻ പേഴ്സൺ വന്ന് കാണുകയും എന്തെങ്കിലും രീതിയിലുള്ള ജോബ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ജോബ് ഫെയർസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഞാൻ പണ്ട് എറണാകുളത്ത് വെച്ചിട്ടൊരു ജോബ് ഫെയറിൽ കണ്ടക്ട് ചെയ്തിട്ട് ഞാൻ അതിൽ പോയിട്ടുള്ളതാണ്. യു കെ അല്ല, UAE-യിലേക്ക്, ദുബായിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. 40,000 രൂപ നിങ്ങൾ കൊടുക്കണം. 3 days ടൈം ഉണ്ട്. എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ആ ഒരു ജോബ് ഫെയറിൻ്റെ ഇടയ്ക്ക് വന്ന് ഇന്ന ആളുടെ, അതായത് ആ ഒരു കമ്പനിയിലെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ ഒരു വലിയ കൊടവയറിനാണ് വന്നത്. ആ പുള്ളിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ രക്തം ഊറ്റിക്കൊടുക്കുന്നൊരു ടീമാണെന്ന്. എൻ്റെ മനസ്സപ്പോൾ തോന്നിയൊരു കാര്യം, ഞാൻ അതിനകത്ത് കൊടുക്കണില്ല എന്തൊക്കെ റിസ്ക് വന്നാലും എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ അന്ന് അവിടെ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാർ 4 പേരിൽ 3 പേര് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി 3 പേരുടെയും പൈസ ഗോവിന്ദ ആയിരുന്നു. 40,000 രൂപ പോയി. എനിക്ക് തോന്നുന്നു ഏകദേശം 150 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 110 ആൾക്കാർ പൈസ വിത്തിൻ 3 days തന്നെ ട്രാൻസ്ഫർ ചെയ്തു. അവരുടെ നിന്നും എല്ലാവരുടെയും 40,000 രൂപ പോയി. പത്രത്തിൽ വാർത്തയൊക്കെ വന്നിട്ടുള്ളായിരുന്നു. അപ്പം ഇതുപോലുള്ള ഫേസ് ടു ഫേസ് ആയിട്ട് പോലും ആൾക്കാർ മനുഷ്യരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി നടത്തുക. ആൾക്കാർക്ക് തീരെ ക്ഷമയില്ല. ഇൻസ്റ്റാഗ്രാമിൽ 1 മിനിറ്റത്തെ റീല് കാണാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് പോലും ചിലവാക്കാറില്ല. 5 സെക്കൻഡിനുള്ളിൽ അടുത്ത സ്ക്രീനിലേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനല്ല, റീലിലേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്ക്രോളിംഗ് മെൻറ്റാലിറ്റി നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും ഒരു പ്രോപ്പറായിട്ടുള്ള റിസർച്ച് നടത്താറില്ല എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ടൈം എടുത്ത് വളരെ പേഷ്യൻസോടെ നമ്മളുടെ ജീവിതമാണ്, നമ്മളുടെ പൈസയാണ് എന്ന് ഓർത്തിട്ട് നമ്മൾ അതിനകത്തൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടുന്നതിന് മുന്നേ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തുക. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോലും തട്ടിപ്പ് നടക്കാൻ തുടങ്ങി. ജോലിയുടെ പോട്ടെ, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോലും തട്ടിപ്പ് നടക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഒട്ടും പറ്റണില്ല. കാരണം 10-20 ലക്ഷം രൂപയൊക്കെ നഷ്ടപ്പെട്ടുള്ള ആളുകളുണ്ട്. കാരണം ഫുൾ എമൗണ്ട് കൊടുക്കണം, പകുതി എമൗണ്ട് കൊടുക്കണം. ഇതൊന്നും ആരും പുറത്തോട്ട് പറയാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥയായിട്ടുള്ള കാര്യം. ആരും ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് പറയാറില്ല, നാണക്കേട് കാരണം എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ എൻ്റെ സ്റ്റോറി പോലും പുറത്ത് പറഞ്ഞിട്ടില്ല. സോ എൻ്റെ സ്റ്റോറി ഞാൻ വേറൊരു രീതിയിൽ വേറൊരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും നല്ലത്. ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ പറയാം, അത് എങ്ങനെയായിരുന്നു എനിക്കുണ്ടായിരുന്ന അനുഭവം, ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളൊരു കാര്യം. കാരണം അതും ഒരു പത്രവാർത്തയിൽ വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു പ്രോപ്പർ റിസർച്ച് നടത്താം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ നിങ്ങളുടെ അടുത്ത് പറയാണ് നമ്മൾ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ ഒരു കാരണവശാലും വറി ചെയ്യേണ്ട എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ തന്നെ ഫണ്ട് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് പറയും, ഞങ്ങൾ ഫണ്ട് കാണിക്കാം, നിങ്ങൾ ഇത്ര രൂപ തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ഫണ്ട് കാണിക്കാം എന്ന് പറയും. അതിനകത്തൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ എന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് എമൗണ്ട് അവർ ആദ്യം അങ്ങ് മേടിക്കും. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാക്സിമം ഒരു 1 to 2 months അവർ നിങ്ങളെങ്ങനെ അപ്ഡേറ്റ് തരാം, ഞങ്ങളിത് കൊടുത്തിരിക്കുകയാണ്, വിസയുടെ പ്രോസസ്സിംഗ് ആണ്, നിങ്ങൾ അത് ചെയ്യണം, ഇത് ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ഒന്നും കാണത്തില്ല. ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ഫേക്ക് ഡോക്യുമെൻറ്റ്സിൽ കൊണ്ട് സൈൻ ഇടിപ്പിക്കും. ഒരു ലെറ്റർ ഹെഡൊക്കെ ഉണ്ടാക്കാൻ ആർക്കൊന്നും വലിയ പാടൊന്നുമില്ല. ഇതിന് മുന്നേ എനിക്കൊരു ലെറ്റർ ഹെഡ് കിട്ടിയിട്ടുള്ളതാണ്, ഞാനത് വിശ്വസിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിപ്പം നമ്മളുടെ ആ ഒരു സാഹചര്യം ആക്ച്വലി ആളുകൾ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളതാണ് സത്യം. നമ്മളിങ്ങനെ പോകാൻ അതിയായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇവർ നമ്മളുടെ അടുത്ത് വരും, നമ്മളെ കണ്ടുമുട്ടും, നമ്മളല്ലെങ്കിൽ അവരെ തേടിപ്പോവും. അതാണ് കൂടുതൽ ആൾക്കാർ അങ്ങോട്ടാണ് തേടി പോകുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിതിൽ കൊടുത്തേക്കാം. എൻ്റെ ഈ ഒരു ചാനലിൻ്റെ നെയിം തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഷെയർ ആൻഡ് ടോക്സ്. എന്തെങ്കിലും കാര്യമുണ്ട് എന്തെങ്കിലും എടുത്ത് ചോദിക്കുക. ഒത്തിരി ഇൻബോക്സ് മെസ്സേജ്, പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രം ഇൻബോക്സിൽ അയക്കുക. നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്ന കമ്പനികളുണ്ട്. അപ്പം ഇങ്ങനെ വിളിക്കുന്ന കമ്പനികൾ മോസ്റ്റ്ലി ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നും സ്കാമേഴ്സാണ് നിങ്ങളെ വിളിക്കുന്നത്. ഒത്തിരി അധികം തട്ടിപ്പുകൾ ഓസ്ട്രേലിയയിൽ തന്നെ നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഇവിടെ വെച്ചിട്ട് തന്നെ അക്കൗണ്ടിൽ നിന്ന് മണി മോഷണം പോകുന്ന പല രീതികളും, അതായത് കോൾ ത്രൂ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ പഴയ ആളുകളെ വിളിക്കും, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ലൈക്ക് ഓൾഡർ ജനറേഷൻ, അവർക്ക് ടെക്കും കാര്യങ്ങളും ഇതുപോലത്തെ സ്കാമേഴ്സും ഒന്നും അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. അവർ ബാങ്കിൽ പോയിട്ട് മറ്റേ പേ സ്ലിപ്പ് എഴുതി കൊടുത്ത് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നമ്മൾ കാർഡ് കൊടുത്തു,
കാർഡിന് പിൻ കൊടുത്തു, അത് ടാപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവരെ പഠിപ്പിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്കാമേഴ്സ് സ്കാം ചെയ്യും എന്നുള്ള കാര്യം അവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആളുകളിൽ നിന്ന് പൈസ പോകുന്നുണ്ട്. ഈവൻ യങ്സ്റ്റേഴ്സിൽ നിന്ന് വരെ പൈസ പോകുന്നുണ്ട്. മുതിർന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള എൽഡേഴ്സും ഉണ്ട്, ഓൾഡ് പീപ്പിൾ ലൈക്ക് എൽഡേഴ്സും ഉണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പോലും പറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ദയവ് ഇത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് ഈസ് ഓൾ ലൈക്ക് അൺസ്കിൽഡ് ജോബ്സ് ആണ്. ഇത് അൺസ്കിൽഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇതുപോലുള്ള ജോലികൾ ചെയ്യാൻ ഓസ്ട്രേലിയയിൽ ഒത്തിരി അധികം ആളുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഈ ഒരു വീഡിയോയുടെ എൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സാധാരണ ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഇവിടെ ഒരു ജോലിയല്ല ആളുകൾ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം എക്സാമ്പിൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. എൻ്റെ പീരീഡ് ലൈക്ക് മൺഡേ ടു ഫ്രൈഡേ ജോബായിരിക്കും. എനിക്ക് ഇങ്ങനെയുള്ള ജോലികൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ ഇവിടെ ഡിസബിലിറ്റിയിലും കെയറായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇവർ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യാറുണ്ട്. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു ജോലി ചിലപ്പോൾ ഒരു 3 ദിവസമായിരിക്കും 4 ദിവസമായിരിക്കും ജോലിയുള്ളത്. ആഴ്ചയിൽ ബാക്കി 4 കഴിഞ്ഞിട്ട് 3 ദിവസം കൊണ്ട് മിച്ചമുണ്ട്. ആ 3 ദിവസത്തിൽ 2 ദിവസം ചിലപ്പോൾ ക്ലീനിങ് ജോലികൾക്കും ഇതുപോലെ ഫാമിലി ആൻഡ് ജോലികൾക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഡെയിലി വേജൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഫോർട്ട്നൈറ്റ്ലിയാണ് കിട്ടുന്നത്. ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത് 2 ആഴ്ചത്തിൽ ഒരിക്കലാണ് കിട്ടുന്നത്. അപ്പം ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഇതുപോലെ ഫാമിലി ആൻഡ് ജോലികൾക്കൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഡീപ്പോർട്ടായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് 3 വർഷത്തെ ബാനാണ് ബേസിക്കലി അവർ കൊടുക്കാറുള്ളത്. പക്ഷേ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തി അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ക്രൈമോ അല്ലെങ്കിൽ അതൊരു ഇവിടുത്തെ കൺട്രിക്ക് ത്രെട്ടായിട്ടുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യുവാണെങ്കിൽ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ജീവിതകാലത്ത് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഓസ്ട്രേലിയ പോലൊരു കൺട്രി ഈവൻ ഇഫ് 3 ഇയേഴ്സിലേക്ക് നിങ്ങളെ ബാൻ ചെയ്തെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു വിസ എന്തുകൊണ്ട് ബാനായി എന്നുള്ളതിൻ്റെ പ്രൂഫ് നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ, നിങ്ങളിപ്പോൾ കാനഡയ്ക്കാണ് പോകുന്നത് അല്ലെങ്കിൽ UK-ക്കാണ് പോകുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾ കാണിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് അവർ വിസ അപ്രൂവ് ചെയ്യത്തില്ല. കാരണം അവർ വിചാരിക്കും ഇവൻ ഈ പരിപാടിക്ക് തന്നെയാണ് രാജ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ വരണം, അതുപോലെ തന്നെ എന്തൊക്കെ വിസകളാണ് ഓസ്ട്രേലിയയിലേക്കുള്ളത് എന്നുള്ള എൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോഴും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലുള്ള ജോലികൾ, ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ആദ്യം മെൻഷൻ ചെയ്തിട്ടുള്ള ജോലികൾ അല്ലാണ്ട് തന്നെ ഒത്തിരി അധികം ജോലികൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഓസ്ട്രേലിയ വന്ന് സെറ്റിൽ ആവേണ്ടത് എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. സീ യു നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നല്ലതാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, കാരണം ഓസ്ട്രേലിയയിലേക്ക് ഒത്തിരി ആളുകൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.